ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഇവിടെ ഫ്രാൻസിൽ വന്നിട്ട് ഫസ്റ്റ് വീക്കെൻഡ് ആൻഡ് ഇവിടെ ഇപ്പോൾ രാവിലെ 7:08 ഞാൻ ചുമ്മാ ഇന്ന് ഇവിടെ ഒരു ഫാമേഴ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ ഫാമേഴ്സ് അവരുടെ ഫ്രഷ് പ്രൊഡ്യൂസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ലോക്കൽസിനൊക്കെ ചെന്ന് നമുക്കൊക്കെ ചെന്ന് നല്ല റേറ്റിന് വാങ്ങാൻ പറ്റും. ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും, അങ്ങനെയുള്ളൊരു സംഭവം. അപ്പോൾ അതിനുവേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ പേര് പോർവോ എന്നാണ്, പോർവോൺ. പക്ഷേ അത് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ പോർട്ട് വെൻഡറേസ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ വായിക്കുന്നത്. പക്ഷേ ഫ്രഞ്ചിൽ പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആയതുകൊണ്ട് അങ്ങനെയാണ് അവർ വായിക്കുന്നത്. ഞാനിപ്പോൾ രാവിലെ ഒരു 7:30 ഇങ്ങനെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കണേന്ന്. സ്ഥലം ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ലൈക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പോലത്തെ ഒരു രക്ഷയില്ലാത്ത സ്ഥലം കണ്ടില്ലേ. ഇത് ആക്ച്വലി എൻ്റെ വീട്ടിൽ നിന്ന് സ്ട്രെയിറ്റ് വരുന്ന റോഡാണ്. അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പോർട്ടാണ്. കണ്ടോ, ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ. ആ വഴി നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ കാണുന്നൊരു സൈറ്റാണത്. സോ വെൽക്കം ടു പോർവോ. ഇവിടെ നിന്ന് കുറച്ചുണ്ട്, ഒരു 10 മിനിറ്റ് ഉണ്ട് ഇവിടുന്ന് നടക്കാൻ. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇതിവിടുത്തെ ഒരു ബേക്കറിയാണ്. എൻ്റെ ഗൈഡ് അന്ന് വന്നപ്പോൾ പറഞ്ഞു തന്നിരുന്നത് ഒരു ബേക്കറിയാണ്. അവർ രാവിലെ തന്നെ ബ്രെഡ് ബേക്ക് ചെയ്യുന്നു. ഒഫീഷ്യലി ബേക്കറി ഓപ്പൺ അല്ല തോന്നുന്നു. ഫ്രഞ്ച് ബേക്കറി. ഇവിടുത്തെ ബേക്കറീസിലൊക്കെ നമ്മുടെ പോലെയല്ല. ലൈക്ക് എവറി ഡേ രാവിലെ അവർ ഫ്രഷ് ആയിട്ട് ഓരോന്നുണ്ടാക്കും. ആ ഉണ്ടാക്കുന്നത് തീർന്നാലും തീർന്നില്ലെങ്കിൽ അടുത്ത ദിവസം അവരത് വെക്കില്ല. എല്ലാ ദിവസവും ഫ്രഷ് പ്രൊഡ്യൂസാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ അങ്ങനത്തെ ബ്രെഡ് കഴിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. നമ്മൾ കഴിക്കുന്ന ബ്രെഡും നമ്മുടെ റസ്കിൻ്റെ ഒരു ടെക്സ്ചറുള്ളൊരു സാധനമാണ് ഇവിടുത്തെ ബ്രെഡ്. ഒരു രക്ഷയില്ല. കണ്ടില്ലേ, ജെയിംസ് ബോണ്ട് സിനിമകളിൽ ചേസ് നടക്കുന്ന സ്ഥലം. ലിറ്ററലി നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത തരം ദേ പോകുന്നു ഒരാശ. ബേർഡ് ഏതാണെന്ന് അറിയില്ല. ഒരു രക്ഷയില്ല ഗായ്സ്. ആക്ച്വലി രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു ഡ്രൗസി ഫീലിംഗ് തോന്നും എല്ലാ ദിവസവും. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു ഇത്തിരി ഡ്രൈ ആണ്. നമുക്ക് അത്ര പരിചിതമായിട്ടുള്ളൊരു ക്ലൈമറ്റ് അല്ല. പക്ഷെ കുഴപ്പമില്ല, യൂസ്ഡ് ആവുന്നുണ്ട്. രാവിലെ എണീറ്റ് കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞാലേ ഒന്ന് സെറ്റാവുള്ളൂ. ഇത് കണ്ടോ, ഇവിടെയാണ് ഫാമേഴ്സ് മാർക്കറ്റ്. On allait avoir du succès. Attends, elle veut partir, t'inquiète. സംഭവം തുടങ്ങുന്നുള്ളൂ. ഇത് ഓക്കേ. റോട്ടിസറി ചിക്കൻ. C'est un kangou, donc je ne sais pas. Ouais. Sausage. Bonjour. Mais vraiment, c'est bon, je l'ai.
Ladies items. Bonjour. ഇവിടെ വീട്ടു സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. എന്താണെന്ന് മനസ്സിലാവില്ല. വീട്ടിലുപയോഗിക്കുന്ന സാധനങ്ങൾ. ഇവിടുത്തെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ കൂടുതലും പോർക്കിൻ്റെ ഐറ്റങ്ങളായതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും തിന്നണം. ലേഡീസ് ചെരുപ്പുകൾ. ഇവിടുത്തെ ഒരു കസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാദ്യം കണ്ടാലും ബോൺജൂർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഗ്രീറ്റ് ചെയ്യും. എല്ലാവരും കാണുമ്പോൾ ഒന്ന് ചിരിക്കും, ഒന്ന് ഗ്രീറ്റ് ചെയ്യും. ഫെയറാണെന്ന് തോന്നണത്. പഴം, ഉണ്ടില്ലേ? നമ്മുടെ ഏഷ്യൻ റെസ്റ്റോറൻറ്റ്. Bonjour. കൂടുതലും ഇതൊക്കെ തന്നെയാണുള്ളത്. ഫ്രഷ് പ്രൊഡ്യൂസ്. C'est ça, exactement. Alors, principalement salade crue. C'est qu'on peut... വെളുത്തുള്ളി, ഇഞ്ചി മുളക് മാത്രം കാണുന്നില്ല. ഇത് ഏകദേശം കണ്ടു. ഇതാണ് മോനെ ഇവിടുത്തെ ബേക്കറികൾ. കയറി എനിക്കറിയാവുന്ന ഫ്രഞ്ചിൽ ഒരു പാന ഷോക്കലയും ഒരു ക്രൊസോണും മേടിച്ചിട്ടുണ്ട്. ഹൊസോൺ. ഇനി അത് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ട്രീറ്റ് ചെയ്യാണ്. Now let's find a place to have this. ഇവിടെ തന്നെ ആയിരിക്കും നല്ലൊരു സ്ഥലം. ഇത് ആക്ച്വലി എൻ്റെ വീട്ടിലോട്ട് പോകുന്ന സ്ഥലം തന്നെയാണ്. ഈ വഴിയാണ് റൂമിലോട്ട് പോകുന്നത്. ദിസ് വേ. ആൻഡ് ഫാമേഴ്സ് മാർക്കറ്റിൽ പോയി. അങ്ങനെ ഞാൻ ആക്ച്വലി മുളകും ഇഞ്ചിയും വാങ്ങാൻ പോയതാണ്. രണ്ടും കിട്ടിയില്ല. പിന്നെ അവിടെ ഉള്ള ലിഡിൽ ഇപ്പം തുറക്കുകയില്ല. അപ്പം അതുകൊണ്ട് നിരാശനായി തിരിച്ചു വരികയാണ്. എന്നാലും മോർണിംഗ് വാക്ക് കൊള്ളാം. കാരണം രാവിലെ എണീക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഡ്രൈനെസ് ക്ഷീണമൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയത് കൊണ്ട് അത്. Now let's have what we brought. I'm going to you see what is a Hosson. ശരിക്കും ഒരു ബോട്ട് പോലെയാണോ ചെമ്മീൻ പോലെയാണോ അറിയില്ല. പക്ഷേ
ഇതാണ് പാനോ ഷോക്കള എന്ന് പറഞ്ഞാൽ ക്രോസോണിൻ്റെ അകത്ത് ചോക്ലേറ്റ് വെച്ചത് കണ്ടില്ലേ, അടിപൊളി, ഒരു രക്ഷയില്ല, സൂപ്പർ. ഇത് കഴിക്കണതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റൂല. അല്ല അങ്ങനെ ഇരുന്ന് ഒരു സ്ഥലത്ത്, ആരുമില്ലാത്ത സ്ഥലത്ത് വഴിയുടെ നടുക്കിരുന്ന് ദ ബെസ്റ്റ് ഫ്രഞ്ച് തിങ് ടു ഡു. ഹലോ, അങ്ങനെ സമയം വൈകുന്നേരമായി. ഞാൻ രാവിലെ ഫാമ മാർക്കറ്റ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. ചെറുതായിട്ട് ചോറും ഇന്നലെ ഉണ്ടായ ചിക്കനൊക്കെ എടുത്ത് വെച്ച് ഒരു ഫ്രൈഡ് റൈസും ഒരു സാലഡും ഒരു സ്ട്രോബെറി വെച്ചിട്ട് യോഗട്ടൊക്കെ വെച്ചിട്ട് ഡെസേർട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ച് കിടന്നുറങ്ങിപ്പോയി. ഇപ്പോഴാണ് എണീറ്റത്. എണീറ്റ് കഴിഞ്ഞത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലോട്ട് ഇറങ്ങി. പക്ഷേ ആസ് യൂഷ്വൽ സാധനങ്ങളൊന്നും കിട്ടിയില്ല. ആക്ച്വലി മേടിക്കാൻ വന്നത് ഇഞ്ചിയും പച്ചമുളകുമായിരുന്നു, രണ്ടും കിട്ടിയില്ല. പിന്നെ മുളക് പൊടി, ഒരു ഇത്തിരി എരിവ് കൂടിയ ഒരു സാധനം, കായൻ പെപ്പറോ അങ്ങനെ എന്തൊരു സാധനം, അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചു. കുറച്ച് ചിപ്സ് വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് അല്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് പതുക്കനെ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. മേ ബി ഒരു ഫസ്റ്റ് ഔട്ടിങ് എന്നൊക്കെ പറയാം. ഇവിടുത്തെ ഒരു ബീച്ചാണ് ആക്ച്വലി. ഇതുണ്ടോ, ഒരു ഹില്ലിൻ്റെ മുകളിൽ ഉള്ള ബീച്ച്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വെള്ളത്തിലൊന്നും ഇറങ്ങണില്ല, ജസ്റ്റ് നടക്കാമെന്ന് വിചാരിച്ചു. ഇത്തിരി സ്റ്റീപ്പാണ് സ്ഥലം. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേ നടന്നുകൊണ്ടിരിക്കണം. ഈ സൂപ്പർ മാർക്കറ്റിൽ ലിഡിലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ബീച്ച്. അപ്പോൾ അവിടെ പോയിട്ട് പതുക്കനെ ഇവിടെ നടക്കാമെന്ന് വിചാരിച്ചു. ഇതേ നടക്കണം. ആൾക്കാർ കുറവാണ്. സ്വതുവ് എന്തായാലും നോക്കാം. പിന്നെ ഫൈനലി നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഒരു ഇത്തിരി നടക്കാനുണ്ട്, പക്ഷെ എന്നാലും നല്ല ഇതായിട്ടുള്ളൊരു ബീച്ച്. ആൾ കുറവാണ്. മഴ ഇങ്ങനെ വരാൻ പോണോണ്ടാണോ എന്നറിയില്ല. കല്ലൊക്കെ കണ്ടോടാ, നല്ല ഭംഗിയുള്ള കല്ല്. ഞാനപ്പോൾ ഇന്നലെ എൻ്റെ പ്രൊഫസറായിട്ട് ഇവിടെ വന്നിരുന്നു. ഇന്നലെ അല്ല, മിനിയാന്ന്. പുള്ളിക്കാരി സ്ഥലമൊക്കെ കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞത് ഇവിടെ കുറേ റെഡ് ബോയികളുണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് പോകരുത്, അവിടെ വരെ നീന്താൻ ഓക്കെയാണ്, അതിൻ്റെ അപ്പുറത്തോട്ട് പോകരുത്, ഏറ്റവും സേഫ് ഇവിടെയും രണ്ട് മഞ്ഞ ബോയി ഉണ്ട്, അവിടം വരെയും പോകുന്നതാണെന്ന് പറഞ്ഞു. ഇവിടെ ബീച്ചിൽ വന്ന് കുളിക്കുക എന്നുള്ളത് ഇവിടുത്തുകാരുടെ ഒരു പാർട്ട് ഓഫ് ലൈഫാണ്. അവരൊരു ഔട്ടിങ് പോലെയാണ് ഇതിനെ കാണാം. നമ്മുടെ അവിടെ ഏകദേശം നമ്മുടെ അവിടെ ഇതൊക്കെ തന്നെ. എന്തായാലും വൃത്തിയുണ്ട് കേട്ടോ ബീച്ചിന്. എന്താണ്ടോ, കല്ലാണ്, മണ്ണ് കുറവാണ്, കല്ല കൂടുതൽ, ആളും കുറവാണ്. കണ്ടോ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി കണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളം. കല്ലാണ് ഇവിടെ കൂടുതൽ. ഒരു പരിധി വരെ നമുക്കിങ്ങനെ കാണാം, അത്ര ക്ലിയറാണ്. അപ്പോൾ ഇത് ഒഫീഷ്യലി ഫ്രാൻസിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഔട്ടിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടുത്തെ ബീച്ചിൽ നാളെ പുലൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്, അവിടെ പോകണമെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, എന്താണെന്നറിയില്ല. വന്നതിൻ്റെയും പിന്നെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് വരണേയും പ്രധാനമായിട്ട് ഭാഷയുടെയും ഒരു പ്രശ്നമായിരിക്കാം. കാരണം ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് അറിയുന്നവർ വളരെ കുറവാണ്. ഞാനിപ്പോൾ ആംഗ്യ ഭാഷ വെച്ചും പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേഷനൊക്കെ വെച്ചിട്ടാണ് ജീവിക്കണം. അപ്പോൾ പതുക്കനെ ഞാൻ ഫ്രഞ്ച് പഠിച്ചു തുടങ്ങുമ്പോഴും കുറച്ചൊന്ന് ആൾക്കാരെയൊക്കെ ആയിട്ട് ഇതായിട്ട് വരുമ്പോഴും ഒക്കെ ശരിയാവും. പക്ഷെ ആൾക്കാർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ.
ആക്ച്വലി എപ്പോഴും പറയുന്നത് ഫ്രഞ്ചുകാർ ഇത്തിരി റൂഡാണെന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ കണ്ടവരൊക്കെ നല്ല കമ്പനിയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ലെങ്കിലും ഒരു സമയം എടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ വെച്ചിട്ടാണെങ്കിലും കാര്യം മനസ്സിലാക്കി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ്, ഫസ്റ്റ് വ്ളോഗ് ഇന്നത്തത് കൊണ്ട് ഇവിടെ വെച്ച് തീർക്കാം. പ്രോബബ്ലി നാളെ മടിയില്ലെങ്കിൽ ഞാൻ നാളെയും വ്ളോഗ് ചെയ്യും. കാരണം ഇത് തുടങ്ങുന്നത് കാരണം നല്ല മടിയുണ്ട്. എന്തോ ഒരു കോൺഷ്യസ് ഫീലിംഗ് ഉണ്ട് എനിക്കുള്ളിൻ്റെ ഉള്ളിൽ. പിന്നെ ഈ നാട്ടിൽ ഇനിയിപ്പോൾ ആരെ ബോധിപ്പിക്കാൻ എന്നുള്ളൊരു മൈൻഡുള്ളത് കാരണം തുടങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നാളെ കാണാം, അല്ലെങ്കിൽ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോഴേക്കും ബൈ.